തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് പുള്ളിമാൻ ചത്ത നിലയിൽ. സ്വകാര്യ വ്യക്തിയുടെ പുറംപറമ്പിലെ കിണറ്റിലാണ് പുള്ളിമാനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇര തേടിയോ വെള്ളം കുടിക്കാനോ എത്തിയതാകാം പുള്ളിമാനെന്നാണ് പ്രാഥമിക നിഗമനം. ആൾമറയില്ലാത്ത കിണറുകൾ തുറസായ പറമ്പുകളിൽ കിടക്കുന്നത് വന്യജീവികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഭീഷണിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഡിവിഷൻ കൗൺസിലർ ലൈല നസീർ ഉൾപ്പെടെയുള്ളവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കിണറ്റിൽ നിന്നും മാനെ പുറത്തെടുത്തു. തിരുവനന്തപുരം പേടിക്കുളത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഊത്തുകുളങ്ങര ഉന്നതിയിൽ ഷീബയുടെ കടയിൽ നിന്നാണ് 46 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കിളിമാനൂർ എക്സൈസ് സംഘം പിടികൂടിയത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായുള്ള ജനപ്രതിനിധികളെയും നാട്ടുകാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുകയായിരുന്നു. സംഭവത്തിൽ കടയുടമയിൽ നിന്ന് പിഴ ഈടാക്കുകയും കടയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ നോട്ടീസും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മലയൻകീഴിൽ കൃഷിയിടത്തിൽ തുടർച്ചയായി മോഷണം നടന്നതായി പരാതി. മലയൻകീഴ് സ്വദേശി ബാലചന്ദ്രനാണ് പരാതി നൽകിയത്. മലയൻകീഴ് പാറനടയ്ക്ക് സമീപം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മോട്ടോർ പമ്പും കമ്പിത്തുണ്ടുകളും മറ്റ് ഇരുമ്പ് സാധനങ്ങളും മോഷണം പോയതായാണ് പരാതി. ആദ്യം മോഷണം നടന്നപ്പോൾ ബാലചന്ദ്രൻ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷവും തുടർച്ചയായി മോഷണം നടന്നതായി ബാലചന്ദ്രൻ പറഞ്ഞു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. ഞാൻ എൻ്റെ ഈ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു മോട്ടറൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷെ ആ മോട്ടറിന് കതവിനെ ചവിട്ടി തുറന്ന് എൻ്റെ മോട്ടർ എടുത്തുകൊണ്ടിരുന്നു. ഡോറ് പൂട്ടാകത്തില്ല. അങ്ങനെ അവിടെ കയറി വീണ്ടും എൻ്റെ വളച്ചാക്കിൽ വളമെടുത്ത് തറയിട്ടിട്ട് അതിൽ കിടന്ന കുറെ കമ്പിത്തുണ്ടുകൾ, ഞാൻ ഈ കോൺക്രീറ്റിന് പണിക്കുള്ള കമ്പിത്തുണ്ടുകളായിരുന്നു, അതെല്ലാം വാരി ആ ചാക്കിലിട്ടുണ്ട്. അത് ബൈക്കിലാണ് പോയത്. അപ്പൊ CCTV ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. 200 രൂപ ജോലി ചെയ്താലേ നമുക്ക് 50 രൂപ കിട്ടുള്ളൂ. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്.